യെസ്, നമ്മളെ യൂട്യൂബിൻ്റെ ഇൻട്രോ എങ്ങനെ കൊടുക്കുമെന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. നമ്മളിന്ന് വല്ലാർപാടംപള്ളിയിലാണ്. വല്ലാർപാടംപള്ളിയിലെ പെരുന്നാളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എട്ടാമിടം എന്നാണ് 30-ാം തീയതി. ഓക്കെ, ഞാനിത് ചരിത്രവും കാര്യങ്ങളൊന്നും പറയാനില്ല. നമുക്ക് പെരുന്നാളിൻ്റെ വൈബിലേക്കും ആ ഒരു കാഴ്ചയിലേക്കും പോവാം. എറണാകുളത്ത് നിന്ന് ബോട്ട് കയറി വല്ലാർപാടം ദ്വീപിൽ വന്നിറങ്ങി വല്ലാർപാടത്തേക്ക് നടന്നു പോകുന്ന ഒരു ഓർമ്മയാണ് കുട്ടിക്കാലത്ത് വല്ലാർപാടം എന്നത്. കുറേ ചരിത്രങ്ങൾ പറയാനുള്ള പള്ളി കൂടിയാണ് വല്ലാർപാടം പള്ളി. കേരളത്തിന് ലൂർദ് എന്ന പേരിലും വല്ലാർപാടം അറിയപ്പെടുന്നുണ്ട്. പോർച്ചുഗീസുകാരാണ് ആദ്യ കാലഘട്ടങ്ങളിൽ പള്ളി പുനർനിർമ്മിച്ചത്. കൂടാതെ പോർച്ചുഗലിൽ നിന്ന് കൊണ്ടുവന്ന മാതാവിൻ്റെ ഒരു അത്ഭുത ചിത്രം ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി. ചൂലുകൊണ്ട് പള്ളിയുടെ മുൻവശം വൃത്തിയാക്കുന്നത് ഇവിടെ നേർച്ചയാണ്. അങ്ങനെ ചെയ്താൽ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആവശ്യമായ ആഗ്രഹങ്ങൾ മാതാവ് സാധിച്ചു തരുമെന്നതാണ് വിശ്വാസം. മാതാവിനെ വണങ്ങാനുള്ള നീണ്ട നിരയാണിത്. ഞാനവിടെ ചെല്ലുമ്പോൾ ഇംഗ്ലീഷിൽ കുർബാന നടക്കുകയാണ് പള്ളിയിൽ. രാത്രി ആയപ്പോഴേക്കും പള്ളിയുടെ ലൈറ്റൊക്കെ ഓണാക്കി കാണാൻ നല്ല അതിമനോഹരമായ ഒരു പള്ളിയായി മാറി വല്ലാർപാടം. പള്ളിയുടെ മുകളിൽ നിന്ന് കൊച്ചിയുടെ കാഴ്ച കാണാൻ അതിമനോഹരമാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ മാതാവ് പല നാമങ്ങളാണ് അറിയപ്പെടുന്നത്. മാതാവിൻ്റെ കുറേ അധികം പിക്ചറുകൾ നമുക്ക് കയറുന്ന സ്ഥലത്ത് കാണാൻ സാധിക്കും. പിന്നെ കാണുന്നത് ചെറിയൊരു മ്യൂസിയമാണ്. പഴയ കാലഘട്ടത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിച്ച പലതരം ഉപകരണങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വല്ലാർപാടത്തമ്മയുടെ നടന്ന സംഭവം, മീനാക്ഷി അമ്മയും കുട്ടിയും രക്ഷപ്പെടുന്ന സംഭവം ഒരു ചിത്രത്തിൻ്റെ രൂപത്തിൽ നമുക്കിവിടെ കാണാം. ഇവിടെ നിന്നുള്ള കൊച്ചിയുടെ ദൂരക്കാഴ്ച അതിമനോഹരമാണ്. വൈപ്പിനും വല്ലാർപാടം ടെർമിനലിനും അതിമനോഹരമായിട്ട് നമുക്ക്. കൂടാതെ വിശുദ്ധ മാതാവിൻ്റെയും ഉണ്ണീശ്വരും കൂടെ നിൽക്കുന്ന മീനാക്ഷിയമ്മയും കുട്ടിയുടെയും ഒരു വലിയ സ്റ്റാച്ചു ഇവിടെ കാണാൻ സാധിക്കും. അതിമനോഹരമായ രൂപമാണിത്. വീണ്ടും താഴത്തേക്ക് വന്ന 1914 ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുവന്ന 3 മണികളുള്ള ഒരു മണിമാളിക നമുക്കിവിടെ കാണാം. 2010 ഇത് പുതുക്കിപ്പണിത് വീണ്ടും ആശീർവദിച്ചത്. പരിശുദ്ധ രൂപയുടെ പുനഃസ്ഥാപിച്ച ഒരു ദേവാലയം നമുക്കിവിടെ കാണാൻ സാധിക്കും. കുറേ ചരിത്രങ്ങൾ ഇതിനും പറയാനുണ്ട്, പക്ഷെ അതിലേക്ക് നമ്മൾ പോകുന്നു. പള്ളിയുടെ മുൻവശത്ത് മാതാവിൻ്റെ ഒരു കിണറും പള്ളിയുടെ അകത്ത് വിശുദ്ധ മാതാവിൻ്റെ ഉണ്ണീശ്വരം കൂടെ മീനാക്ഷിയമ്മയും കുട്ടി നിൽക്കുന്ന ഒരു വലിയൊരു പിക്ചർ നമുക്ക് കാണാൻ സാധിക്കും. പുറത്ത് നല്ലൊരു മഴ തകർത്തു പെയ്യുന്നുണ്ട്. പെരുന്നാളിൻ്റെ വൈകുന്നേരങ്ങളിൽ മഴ നല്ലൊരു അനുഭൂതിയാണ്. കൂടാതെ പെരുന്നാളിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് അതിമനോഹരം തന്നെ പറയണം. ഇത് കണ്ട് ആസ്വദിക്കുന്ന കുറേ അധികം ആളുകളെ നമുക്കിവിടെ കാണാം. ആ മഴയും കൂടെ പെയ്തു പോയപ്പോൾ ഒരു കണ്ണാടി ചില്ല് പോലെ തോന്നി വല്ലാർപാടം പള്ളി പരിസരവും. പിന്നെ ഞങ്ങൾ പോയത് പള്ളി പരിസരത്ത് പള്ളി പെരുന്നാളിന് മാത്രം കാണുന്ന കൊച്ചു കൊച്ചു കടകളിലേക്കാണ്. ഒട്ടനവധി കടകൾ ഇന്ന് ഇപ്രാവശ്യം അവിടെ വന്നു. കൂടുതലൊന്നും വാങ്ങാൻ നിന്നില്ല. ഒരു ചെറിയ പലഹാരപ്പൊതിയും വാങ്ങി അത് സ്റ്റോപ്പ് ചെയ്തു. സെപ്റ്റംബർ 30-ാം തീയതിയാണ് 8ാം പെരുന്നാൾ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.